സ്കൂളുകളിലെ സൂംബ പരിശീലനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് വിദ്യാഭ്യാസ മന്ത്രി. എന്നാൽ ലോകം അംഗീകരിച്ച കായിക ഇനത്തിന് വർഗീയതയുടെ നിറം കൊടുത്താൽ അത് അംഗീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് സൂംബ പരിശീലകർ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടിയും പങ്കെടുത്തു. സ്കൂളുകളിലെ സൂംബ പരിശീലനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് ചർച്ചയ്ക്ക് തയ്യാറെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. പക്ഷേ ലോകത്ത് തന്നെ അംഗീകരിക്കപ്പെട്ട കായിക ഇനമാണ് സൂംബ. അധിക്ഷേപിച്ചവർ മാപ്പു പറയണം. സൂംബ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ്. ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കായിക ലോകത്തെ ആകെ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. സ്കൂളുകളിൽ തമ്മിലടിയും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ലെന്നും എതിർക്കുന്നവരുടെ അഭിപ്രായം കൂടി കേൾക്കണമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. സുംബ ഡാൻസിനെ സംബന്ധിച്ച് ഗവൺമെന്റ് പ്രതിഷേധമോ അല്ലെങ്കിൽ എതിർപ്പോ രേഖപ്പെടുത്തിയ ആളുകളുമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. കാരണം സ്കൂളുകളിൽ ഇതിൻ്റെ പേരിൽ ഇനി തമ്മിലടിയും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ദുരഭിമാനം വെടിഞ്ഞ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുംബയുമായി ബന്ധപ്പെട്ട മതസംഘടനകളുടെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സംശയം ചോദിച്ചാൽ തീവ്രവാദിയാക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ യോഗ വന്നു, ജിമ്മുണ്ട്, അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നടപ്പിലാക്കല്ലേ. അതുകൊണ്ട് വ്യായാമത്തിനൊന്നും ആരും എതിരല്ല. പെട്ടെന്നൊരു പരിഷ്കാരം വരുമ്പോൾ, പൊതുമേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു പരിഷ്കാരം വരുമ്പോൾ അതിലൊരു സംശയം ചോദിച്ചാൽ സംശയം തീർത്താൽ മതി. എല്ലാവരും കൂടി അവരുടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. സംശയം തീർത്തു കൊടുത്താൽ മതി. അതേസമയം വിവാദങ്ങളിൽ പ്രതിഷേധിച്ച് സൂംബ പരിശീലകരും ഇന്ന് രംഗത്തെത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബിന് പിന്തുണയുമായി മന്ത്രി വി ശിവൻകുട്ടിയും എത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.